ഗൾഫിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട് ഈ മാസം 7-ന് നടത്തേണ്ട 12ാം ക്ലാസ് പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. മാർച്ച് 9-ന് ശേഷം നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷകളുടെ കാര്യത്തിൽ സ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കും. ഷിനോജ് ഷംസുദ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഷിനോജ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ അനിശ്ചിതത്വത്തിലാവുക എന്നത് അത് കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ പരീക്ഷകൾ തുടരുകയും ചെയ്തു. ഈ യുദ്ധം അതിന്റെ ഒരു ഭീകരാവസ്ഥ കുറയുന്ന ലക്ഷണവും കാണുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്? അരുതി, ഈ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് തന്നെയാണ് ഗൾഫിലെയും അതേപോലെ തന്നെ ഇറാനിലെയും CBSE സ്കൂളുകൾ CBSE പരീക്ഷകൾ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ച് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് 7, 11 തീയതികളിൽ നടക്കേണ്ട പരീക്ഷകൾ റദ്ദാക്കിയെന്ന് CBSE അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ മാറ്റിവെച്ച 2ാം തീയതിയിലെയും 5ാം തീയതിയിലെയും 6ാം തീയതിയിലെയും പരീക്ഷകളും റദ്ദാക്കാൻ തീരുമാനിക്കുകയാണ് എന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. അത് 10ാം ക്ലാസ്സിലെ പരീക്ഷയെ സംബന്ധിച്ചുള്ള തീരുമാനമാണ്. എന്നാൽ 12ാം ക്ലാസ്സിൽ ഈ 7ാം തീയതി നടക്കേണ്ട പരീക്ഷ മാറ്റിവെച്ചതായിട്ടാണ് CBSE അറിയിച്ചിട്ടുള്ളത്. അതിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മാർച്ച് 9-ന് ശേഷം നടക്കേണ്ട പരീക്ഷകൾ സംബന്ധിച്ച് തീരുമാനം സ്ഥിതി വിലയിരുത്തിയ ശേഷം അറിയിക്കാമെന്നും CBSE അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിട്ടുള്ളത് ശരിക്കും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ്. അത് റദ്ദാക്കുന്നതോടുകൂടി ഇതിന്റെ പരീക്ഷാ ഫലം എത്തരത്തിലായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച ആശങ്കയും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച് പിന്നീട് വ്യക്തത വരുത്താമെന്നാണ് CBSE ഇപ്പോൾ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. ആതിര, അപ്പോൾ ഇത് മറ്റുള്ള അഡ്മിഷൻ കാര്യങ്ങളിലെല്ലാം ഇത് പ്രതിഫലിക്കാൻ സാധ്യതയില്ലേ ഷിനോജ്? തീർച്ചയായും ഇപ്പോൾ ഇതില് 10ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിലേക്ക് മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഈ 10ാം ക്ലാസ് പരീക്ഷയും അതിന്റെ സർട്ടിഫിക്കറ്റും വളരെ വാലിഡ് ആവുന്നത്. ഈ സ്കൂളിന്റെ അതേ സ്കൂളിൽ തന്നെ 11ാം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ പൊതുപരീക്ഷ എഴുതേണ്ട സാഹചര്യമില്ല എന്നാണ് നേരത്തെയുള്ള CBSEയുടെ അറിയിപ്പ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം ഏതെങ്കിലും മുമ്പ് നടന്ന ഏതെങ്കിലും പരീക്ഷയുടെ മൂല്യം വെച്ചിട്ടാണോ അതോ വേറെ എന്ത് തീരുമാനമാണ് ഇപ്പോൾ CBSE കാര്യത്തിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം ഇപ്പോൾ ഏതാണ്ട് അനിശ്ചിതത്വത്തിലാണ്. അത് സംബന്ധിച്ച് ഒരു വ്യക്തമായ തീരുമാനം ഇനി ഉണ്ടാവുകയുള്ളൂ. 12ാം ക്ലാസ്സിലെ പരീക്ഷകൾ 7ാം തീയതിയിലേത് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പിന്നീട് നടക്കേണ്ടത് സംബന്ധിച്ചും അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും ഈ യുദ്ധം നമ്മുടെ വിദ്യാർത്ഥികളെ വളരെ മോശമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതെ, ഷിനോജ് ഷംസുദ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.